ഇന്നെന്താ നീ നേരത്തെ പുറത്തേക്ക് പോലെ പ്ലാൻ ഉണ്ടാ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിനക്ക് ഇഷ്ടമല്ല? അതല്ല, നീ നേരത്തെ വരുമ്പോ എന്നെ വിളിക്കാറുണ്ട്. അതൊന്നുമില്ല, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കി കൊടുക്കണേ. ഇടയ്ക്കൊക്കെ നീ നിനക്ക് ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. നിനക്ക് ഇഷ്ടം ഉണ്ടാക്കി തന്നത് എനിക്കിഷ്ടം. നീ കുറെ നേരമായാലും ഒന്ന് ചിന്തിച്ചിരിക്കണോ? എന്താ പറ്റിയേ? ഹേ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സ് കൂടി ഒന്നുമല്ല, ഞാൻ കറിയിൽ ഉപ്പ് പോലും ചേർത്തിട്ടില്ല, എന്നിട്ട് നീ എല്ലാം കഴിച്ച്. ഞാൻ ശ്രദ്ധിച്ചില്ല. നിനക്ക് എന്താ പറ്റിയേ? എൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയാറില്ലേ, അമിത്. അവൻ നല്ല രാത്രി മരിച്ചു. അറ്റാക്കായിരുന്നു. ഇന്ന് ഞാൻ കാലത്ത് ഓഫീസിലെത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവൻ്റെ ഭാര്യ ഗർഭിണിയല്ലേ, ഇപ്പം അവരെ നോക്കാറുണ്ടാവുക. ഞാൻ 2 വർഷം മുന്നേ ടൈം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവനോട് എടുക്കാൻ പറഞ്ഞതാ, പക്ഷെ അവൻ ശ്രദ്ധിച്ചില്ലേ. ടൈം ഇൻഷുറൻസ് നിങ്ങൾ എന്തിനാ അതെടുത്തേ? ടൈം ഇൻഷുറൻസ് എനിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അസുഖങ്ങളൊക്കെ എപ്പോഴാണെങ്കിൽ വരാം. നിങ്ങൾ എന്തിത്ര നെഗറ്റീവായിട്ട് സംസാരിക്കണേ? നെഗറ്റീവല്ല, നമുക്ക് ആർക്കും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പോളിസി ഒരുപാട് ഹെൽപ്പ് ആവും ആ കുടുംബത്തിന്. ഇതിന് നല്ല കാശാവില്ലേ? ഒരിക്കലും ഇല്ല. അത് മന്ത്ലി പ്രീമിയം പറയുന്നത് 400-500 സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ കോടികളുടെ കവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മുടെ വീട്ടു ചിലവിനെ ബാധിക്കില്ല. അസുഖങ്ങളും അപകടങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും? അതെല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പോൾ നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ ചില പ്രീമിയം നമുക്ക് റിട്ടേൺ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ GST കുറവായ കാരണം നമുക്ക് കുറവ് പൈസയ്ക്ക് കൂടുതൽ ബെനിഫിറ്റുള്ള പ്രീമിയം നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. നീ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കണമല്ലേ. അപ്പോൾ നിൻ്റെ ഭാവി ഞാൻ നോക്കണ്ടേ? നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനുകൾ തിരഞ്ഞെടുക്കാം. 15% അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ലിങ്ക് ബയോയിൽ ചേർക്കുന്നുണ്ട്.